WPLന്റെ ഒരു പെർഫോമൻസ് വെച്ച് ഞാൻ ഉറപ്പിച്ചായിരുന്നു ഞാൻ ടീമിൽ കിട്ടുന്നു. പക്ഷേ ഒരിക്കലും നമ്മളത് എക്സ്പ്രസ് ചെയ്യാനോ പറയാനോ പാടില്ല. കാരണം മുൻപ് എനിക്ക് അനുഭവമുണ്ട്. കാരണം ഡൊമസ്റ്റിക്കിൽ നല്ല പെർഫോമൻസ് വന്നിട്ട് WPL കിട്ടാതെ പോയ അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. സോ പെർഫോമൻസ് വൈസ് കിട്ടുന്നതായിരുന്നു. പിന്നെ ടീമിൻ്റെ കൂടെ ലിസ്റ്റ് വന്നപ്പോഴത്തേക്കും ഭയങ്കര ജസ്റ്റ് എന്താ പറയുക, ആ ഒരു നമ്മളെ ഗോളിലേക്ക് എത്തി എന്നുള്ള ഒരു എന്താ പറയുക, എത്രയും കാലം ആഗ്രഹിച്ച ഞാൻ കളി തുടങ്ങിയിട്ട് 2018 തുടങ്ങിയിട്ട് ഇത് എത്രയായിട്ടുള്ളൂ. പക്ഷെ ആശ ചേച്ചീൻ്റെ പേര് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം. കാരണം ഞാൻ ഇപ്പോഴും പറയുകയാണ്, മിന്നുവിനേക്കാൾ മുമ്പേ സജിതേനേക്കാൾ മുമ്പേ ഇന്ത്യ കളിക്കേണ്ട പ്ലെയറായിരുന്നു ആശ ചേച്ചി. അപ്പോൾ എല്ലാത്തിനും പറഞ്ഞ പോലെ തന്നെ ലാസ്റ്റ് എത്തുന്നതെല്ലാം ഈ ഒരൊറ്റ ഡയലോഗിലാണ്, എല്ലാത്തിനും ഓരോ സമയമുണ്ട് ദാസ എന്ന് പറഞ്ഞ പോലെ. ഇവിടെ വരാനും എൻ്റെ ക്രിക്കറ്റ് കരിയർ ചേഞ്ച് ആവാനും എല്ലാത്തിനും അതിൻ്റേതായ, ഇപ്പം ഞാൻ പറഞ്ഞു രാജോ ബൽസാറിൻ്റെ കാര്യം പറഞ്ഞു. ഒരുപാട് കാലം ഈ 2 വർഷമായിട്ടുള്ളൂ രാജോ ബൽസാറിന് ഒരു പേഴ്സണൽ കോച്ചായിട്ട് കിട്ടിയിട്ട് 2 വർഷം ആവുന്നേ ഉള്ളൂ. അതിന് മുമ്പേ മേബി സാറിനെ എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ ചിലപ്പോൾ ഞാൻ ഇന്ത്യ കളിച്ചു പോയേനെ. പക്ഷേ എല്ലാത്തിനും അതിൻ്റേതായ സമയമുണ്ടെന്ന് പറഞ്ഞാൽ ആ ഒരു ടൈമിൽ വരുന്നതും WPL വരുന്നതും നമുക്ക് രണ്ടുപേർക്ക് എക്സ്പോഷർ കിട്ടുന്നതും ഇന്ത്യൻ ടീമിൻ്റെ ഭാഗമാവാൻ ഈ ബംഗ്ലാദേശ് ടൂറിൽ ഭാഗമാവുന്നു. ഇനിയിപ്പോൾ നെക്സ്റ്റ് വരുന്ന ഫോർമാറ്റുകളിലെല്ലാം നമുക്ക് അതിൻ്റെ ഒരേപോലെ ഒരു ടീമിൽ കളിക്കാൻ പറ്റണമെന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നു. ലാസ്റ്റ് ചേച്ചി ഞാൻ ഇപ്പോൾ മിന്നുവിന് കൂടെ ചാൻസ് കിട്ടിയാൽ അത് നെക്സ്റ്റ് ലെവലാവും. ഒരു ഇന്ത്യൻ ടീമിൽ 3 മലയാളി എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ചെറിയ കാര്യമല്ല. ഭയങ്കര കേരള ക്രിക്കറ്റ് അസോസിയേഷനൊക്കെ ഇതിനും ഞങ്ങൾക്ക് കേരള ക്രിക്കറ്റ് അസോസിയേഷന് കൊടുക്കാൻ വേറൊന്നുമില്ല ഞങ്ങളുടെ പെർഫോമൻസ് അല്ലാണ്ട്. അപ്പോൾ നെക്സ്റ്റ് ലെവലിൽ ഇന്ത്യ കളിക്കുക, കേരള ക്രിക്കറ്റ് അസോസിയേഷൻ നിന്ന സപ്പോർട്ട് അവരുടെ എല്ലാം പറയാം. ഞങ്ങൾക്ക് ഒരു എന്താ പറയുക, എനിക്ക് എൻ്റെ കോച്ചിന് കൊടുക്കാൻ പറ്റുന്നത് എൻ്റെ പെർഫോമൻസ് കൊണ്ട് മാത്രമാണ്. അവർക്ക് അതേ കൊടുക്കാൻ പറ്റും. അപ്പോൾ KCAക്ക് ഞാനും ആശ ചേച്ചി മിന്നുമൊക്കെ കൊടുക്കുന്നത് ഞങ്ങളെ പെർഫോമൻസ് കൊണ്ട് KCAക്ക് നെക്സ്റ്റ് ലെവലിലേക്ക് ഈ ലോകം മൊത്തം KCAൻ്റെ പേരും പ്രസക്തിയും അറിയിക്കുക എന്നതാണ് ഞങ്ങളുടെ ചുമതല, അല്ലേ ചേച്ചി? അതെ, ഓഫ് കോഴ്സ്. കേരള ക്രിക്കറ്റ് അപ്പോൾ ഞാൻ ആക്ച്വലി ടീമിൽ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചില്ലായിരുന്നു. കാരണം എന്ന് വെച്ചാൽ ഞാൻ ഏറ്റവും കൂടുതൽ ടീമിൽ ഉണ്ടാവുന്ന പ്രതീക്ഷ 2012 വെസ്റ്റ് ഇൻഡീസ് ടൂർ പ്രോബബിൾസിലുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്തായാലും എനിക്ക് ഉറപ്പായിരുന്നു. കാരണം ഒരേ ഒരു ലെഗ് സ്പിന്നർ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ നന്നായിട്ട് എറിയുന്നുണ്ടായിരുന്നു. ഇപ്പോഴും എറിയും പോലെ തന്നെയായിരുന്നു അപ്പോഴും എറിയുന്നത്. അപ്പോൾ ഞാൻ ഒരുപാട് പ്രതീക്ഷയായിരുന്നു. അപ്പോൾ അതിൽ കിട്ടാത്തപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. അപ്പോൾ എനിക്ക് ആകെ 19 വയസ്സേ ഉള്ളൂ. അപ്പോൾ ഞാൻ ആരൻ സാറിനെ ഫോൺ വിളിച്ചിട്ട് ഭയങ്കര കരച്ചിലായിരുന്നു. പിന്നെ 2-3 ടൂറും കൂടെ ടീമിൽ നിന്ന് പ്രോബിൾസിൽ വരും, വേൾഡ് കപ്പ് പ്രോബിൾസിൽ വരും, പുറത്താവും. പിന്നെ ശ്രീലങ്ക വേൾഡ് കപ്പ് പ്രോബിൾസിൽ പുറത്തായി, ബംഗ്ലാദേശ് T20 വേൾഡ് കപ്പ് പ്രോബിൾസ് പുറത്തായി. പിന്നെ അതെനിക്കൊരു നോർമൽ കാര്യമായി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം ഇന്ത്യൻ ടീമിൽ വരുമില്ലെന്ന് എല്ലാവരും എൻ്റെ അടുത്ത് ചോദിക്കുമായിരുന്നു. പക്ഷെ എനിക്കതൊരു പ്രഷറായിട്ട് ഇതുവരെ തോന്നിയില്ല. കാരണം എനിക്ക് നല്ല ശീലമുണ്ട്, കിട്ടാതിരുന്ന് നല്ല ശീലമുള്ളതുകൊണ്ട് എനിക്ക് വലുതായിട്ടൊന്നും തോന്നിയില്ല. എല്ലാവരും ചോദിക്കുമ്പോൾ പ്രഷറുണ്ടോ, എനിക്കൊരു കുഴപ്പമില്ല, എനിക്കത് ശീലമായി. ഉള്ളിൽ സങ്കടം ഉണ്ട്. കിട്ടിയപ്പോഴാണ് ഞാൻ ഷോക്കായത്. അതൊരു ഇതില്ലേ, ഒരു 4 പ്രാവശ്യം പ്രോബിൾസ് വന്ന് പോയി, ശീലമായി. ഇല്ലാതെ പെട്ടെന്ന് കിട്ടുമ്പോൾ ഏതൊരു സിനിമയിൽ ഇങ്ങനെ യാരടി നീ മോഹിനി എന്ന് പറഞ്ഞ സിനിമയിൽ ധനുഷ് ഇൻ്റർവ്യൂ പാസ്സാവുമ്പോൾ അച്ഛൻ വന്ന് ചോദിക്കും, കുഴപ്പമില്ല നീ ഇൻ്റർവ്യൂ തോറ്റില്ലേ, വീട്ടിൽ പോവാം. അല്ല അച്ഛാ ഞാൻ പാസ്സായി. ആ ഫീലായിരുന്നു. ഭയങ്കര കുറച്ച് ഷോക്ക് തന്നെയായിരുന്നു. ഭയങ്കര എമോഷണലായിരുന്നു. എൻ്റെ കോച്ചിനെ വിളിച്ചു, പാരൻസിനെ വിളിച്ചു, ചേട്ടനെ വിളിച്ചു. പിന്നെ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ വെച്ച് പറയുകയാണെങ്കിൽ ഇപ്പോഴത്തെ നമ്മുടെ സെക്രട്ടറി വിനോദ് സാറ്, ഞാൻ എൻ്റെ ചെറുപ്പം മുതൽ ആദ്യമായിട്ട് KCA കളിക്കും മുതൽ എൻ്റെ ട്രിവാൻഡ്രം ഡിസ്ട്രിക്റ്റിൻ്റെ സെക്രട്ടറിയാണ്. അപ്പോൾ എനിക്കിവിടെ മൂക്കിലൊക്കെ എറിയിട്ട് ഇവിടെയൊക്കെ ഇതൊക്കെ പൊട്ടിയിരുന്നു. അപ്പോൾ ചെറുപ്പത്തിൽ എനിക്ക് ഓർമ്മയുണ്ട്, സാറ് ബൈക്കൊക്കെ ഓടിച്ച് പേരൂർകൂടെ അങ്ങ് അകത്തൊക്കെ വന്ന് ആരൻ സാറിനൂടെ വന്ന് എന്നെ ചെറുപ്പത്തിലേ കണ്ടതൊക്കെ. അപ്പോൾ സാറൊക്കെ ഇപ്പോൾ KCAയിൽ സെക്രട്ടറി വളരെ വളരെ സന്തോഷമുണ്ട്. നല്ല എക്സ്പീരിയൻസ് ഉണ്ട് TDCയിൽ. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.